ഷാജഹാൻ, എങ്ങനെയാണ് രാവിലത്തെ ഒരു അന്തരീക്ഷം അവിടെ? വോട്ടർമാരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടോ? കാരണം 7 മണി കഴിഞ്ഞപ്പോൾ ഇതാ 31 മിനിറ്റ്, അരമണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ. തീർച്ചയായിട്ടും ഭദ്ര, ജനങ്ങളൊക്കെ തന്നെ വളരെ ബോധവാന്മാരാണ്. നമുക്ക് രാവിലെ മുതൽ തന്നെ എല്ലാ ബൂത്തുകളിലും ആളുകൾ തങ്ങളുടെ വോട്ട് ചെയ്യുന്നതിനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലെ കൈതവന എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ അല്പസമയത്തിനകം കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് കൂടിയായിട്ടുള്ള KC വേണുഗോപാൽ വോട്ട് ചെയ്യും. അദ്ദേഹം വോട്ട് ചെയ്യുന്ന ബൂത്ത് ഇതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ആലപ്പുഴയിൽ മറ്റ് പ്രമുഖരായിട്ടുള്ള കൃഷിമന്ത്രി P. പ്രസാദ്, മന്ത്രി സജി ചെറിയാൻ, വെള്ളാപ്പള്ളി നടേശൻ, മുൻ മന്ത്രി G. സുധാകരൻ, മുൻ MP AM ആരിഫ്, CS സുജാത, അങ്ങനെ തുടങ്ങി പ്രമുഖരായിട്ടുള്ള നിരവധി വ്യക്തികളാണ് ഇന്ന് ആലപ്പുഴയിൽ വോട്ട് ചെയ്യാനെത്തുന്നത്. സിനിമാ താരങ്ങളായിട്ടുള്ള ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും ഒക്കെ ആലപ്പുഴയിലാണ് വോട്ട് ചെയ്യുന്നതെങ്കിലും അവരിന്ന് എത്തിച്ചേരില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഇപ്പം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. രാവിലെ മുതൽ തന്നെ വളരെ നീണ്ട ക്യൂ ഓരോ ബൂത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, തദ്ദേശ തിരഞ്ഞെടുപ്പാണ് എങ്കിൽ പോലും ഓരോരുത്തരും തങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ചെയ്ത് തങ്ങളുടെ വാർഡിൻ്റെ വികസനത്തിനായി, നാടിൻ്റെ വികസനത്തിനായി എല്ലാവരും തന്നെ രാവിലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. മൊത്തം ഏതാണ്ട് നമ്മൾ ആലപ്പുഴ ജില്ല പരിശോധിച്ച് കഴിഞ്ഞാൽ 2085 പോളിംഗ് സ്റ്റേഷനാണ് ഉള്ളത്. ഏതാണ്ട് 18 ലക്ഷത്തോളം വരുന്ന വോട്ടർമാരാണ് ആലപ്പുഴ ജില്ലയിൽ മാത്രമുള്ളത്. 1666 പേരെ തിരഞ്ഞെടുക്കാൻ 5000-ലധികം സ്ഥാനാർത്ഥികളാണ് ജില്ലയിൽ സജ്ജരായുള്ളത്. അവർ കഴിഞ്ഞ ഏതാണ്ട് 2-3 ആഴ്ചകളായിട്ട് ഓരോ മുക്കിലും മൂലയിലുമൊക്കെ തന്നെ തങ്ങളുടെ വോട്ടുകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഓരോ രംഗത്തും തങ്ങളുടെ ആളുകളെ കണ്ട് വോട്ട് ഉറപ്പിക്കുന്നതിനുള്ള പരിശ്രമത്തിലായിരുന്നു. ഇന്നിപ്പം നമുക്കറിയാം, സ്ഥാനാർത്ഥികളൊക്കെ തന്നെ അതീവ ജാഗ്രതയോടെ ശ്രദ്ധയോടുകൂടി ഓരോ വാർഡുകളിലും തങ്ങളുടെ പോളിംഗ് സ്റ്റേഷന് മുൻവശമെത്തി അവസാനമായിട്ട് തങ്ങളുടെ വോട്ടർമാരെ കാണുന്ന ഒരു തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.